ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സൽവാസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സൽവാസ് ആണ്. നോർമലി നമ്മൾ എല്ലാ വീഡിയോസിലും സാരീസ് ആണ് കൂടുതലും കാണിക്കുന്നത്. നമുക്ക് പലപ്പോഴായിട്ട് വന്ന കുറച്ച് സൽവാസിന്റെ ഓർഡേഴ്സ് ആണ്. അതിനകത്ത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ഒക്കെ വർക്ക് മിക്സ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. കട്ട് വർക്കും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്ന കുറച്ച് സൽവാസ് ഒക്കെ ഉണ്ട്. ആ സൽവാസ് ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു റോയൽ ബ്ലൂ കളറിലെ സെമി സിൽക്ക് ഫാബ്രിക് വരുന്ന ഒരു മെറ്റീരിയൽ നെക്ക് പോർഷനിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് നെക്ക് പോർഷനിൽ നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ എന്നാൽ നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വർക്കാണ്. ബീഡ് വർക്കും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് പ്യുവർ സിൽക്ക് അല്ലെങ്കിൽ പോലും സെമി സിൽക്ക് ആണെങ്കിൽ പോലും നമ്മുടെ റിയൽ ആ ഒരു പ്യുവർ സിൽക്ക് പോലെ തന്നെ നല്ല ഷൈനിങ്ങും അതുപോലെ ശരിക്കും നല്ല ലൈറ്റ് വെയിറ്റും ആയിട്ടൊക്കെ ഒരു ഫാബ്രിക് തന്നെ. നമുക്ക് കോട്ടൺ സിൽക്ക് ഒക്കെ പോലെ വരുന്ന ഒരു ഫാബ്രിക് അല്ല, കുറച്ചും കൂടി ആ ഒരു ഷൈനിങ്ങും ആ ഒരു നമ്മുടെ ഒരു സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് ഒക്കെ വരുന്ന ആ ഒരു പാറ്റേണിൽ വരുന്നത് പോലത്തെ ഒരു മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുർത്തയായിട്ട് ചെയ്യാം, അതല്ല ഒരു കഫ്താൻ പാറ്റേണിലാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. പൊതുവേ നമ്മൾ കഫ്താൻസിലൊക്കെ കാണുന്ന ഒരു വി നെക്ക് പാറ്റേണിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഫ്താൻ പോർഷൻ പാറ്റേണിലും ഈ ഒരു സൽവാർ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ സ്ലീവ്സിലൊന്നും വർക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ മെറ്റീരിയലിന്റെ നോർമലി ചെയ്യുന്നത് പോലെ അല്ലാണ്ട് സെന്റർ പോർഷനിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അന്നേരം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു വർക്കും അതിന്റെ നമുക്ക് എങ്ങനെ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വർക്ക്. നമ്മൾ ബീഡ്സ് കൊടുത്തിരിക്കുന്ന ഒരു കോപ്പർ ഷെയ്ഡിലെ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു ഗോൾഡൻ ഷെയ്ഡ് വരത്തുമില്ല, എന്നാൽ ആ ഒരു ബീഡ് വർക്കിന്റെ എല്ലാ എലഗൻസും വരുന്നുണ്ട്. അതുപോലെ ഞാൻ എല്ലാ വീഡിയോസിലും ഒക്കെ എടുത്ത് പറയാറുണ്ട്, നമ്മുടെ ഹാൻഡ് വർക്ക് ആണെങ്കിലും അതുപോലെ എന്ത് എംബ്രോയിഡറീസ് ആണെങ്കിലും മിക്സ്ഡ് ഷെയ്ഡ്സ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി ആ ഒരു ഡെപ്ത് വരും, കുറച്ചുകൂടി ഒരു എലഗൻസ് വരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബേബി പിങ്കും ആ ഒരു ഡാർക്ക് പിങ്കൂടെ ഉള്ള 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു സെയിം കളറിൽ ബോട്ടം വെച്ച് പെയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാലായിരിക്കും നമുക്ക് എംബ്രോയിഡറിക്ക് കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് കിട്ടുന്നത്. ആ ഒരു പാറ്റേണിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പാർട്ടി വെയർ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സെയിം ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന റെഡ് ഷെയ്ഡിലെ ഒരു സൽവാറിന്റെ ടോപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ്. അതിൻ്റെ കൂടെ നല്ലൊരു ഭംഗിയിൽ ഒരു സിമ്പിളായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെറിയൊരു ബീഡിന്റെ എലമെന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലൈൻസ് ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ട് രണ്ട് എൻഡിലും, അതായത് ഒരു റെക്ടാംഗിൾ ഷേപ്പ്, നമ്മുടെ ആ ഒരു യോക്ക് പോർഷനിൽ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ വരുന്ന പോലെ ഒരു വർക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ നെക്ക് പോർഷനിൽ നിന്ന് താഴോട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ബീഡ്സ് വന്ന് ആ ഒരു റെക്ടാംഗിളിന്റെ 2 എൻഡും ഇതുപോലത്തെ 2 ഫ്ലവർ ബഞ്ചസ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് പോലെയാണ് ആ ഒരു ചെറിയൊരു ഒരു എൽ ഷേപ്പിൽ വരുന്നത് പോലെ 2 ബഞ്ചസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2-3 ഷെയ്ഡ്സ്, ലാവൻഡറിന്റെയും ഒരു വൈൻ ഷെയ്ഡിന്റെ ഒക്കെ കൂടെ ഉള്ള 2-3 ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു റോസ് ഫ്ലവർ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഓരോ ഫ്ലവേഴ്സും കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിനകത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ എലമെന്റിന് ലേസി ഡേസി സ്റ്റിച്ചിലുള്ള ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ആ ഒരു റെഡിൽ ഈ ഒരു വർക്ക് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് തന്നെ, കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ കാണാനും പറ്റും. നല്ല സൈസിൽ തന്നെ നമ്മൾ ഇട്ട് വരുമ്പോഴത്തേന് ഇത് ശരിക്കും ഈ നമ്മൾ കുർത്തയൊക്കെ സാരി പോലെയല്ല, നമ്മൾ അതിന്റെ സ്റ്റിച്ച് ചെയ്തതിന്റെ ഫൈനൽ ലുക്ക് ആയാൽ മാത്രമേ ഹാൻഡ് വർക്കിന്റെ ആ ഒരു ഫുൾ ലുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് മാനിക്യൂനിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. പിന്നെ ഇതിന്റെ സ്ലീവില് നെക്സ്റ്റ് വർക്ക് വരുന്ന സ്ലീവ്സിൽ ഇതുപോലെ ബീഡ് വർക്ക് വരുന്ന പോലെ സ്ലീവ്സ് ചെയ്തിരിക്കുന്നത്. 2 സ്ലീവ്സിന്റെ എൻഡിൽ ഇതുപോലെ ആ ഒരു ബീഡ് വർക്ക് വരും. വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ഇട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, കുർത്ത എപ്പോഴും നമ്മളത് തയ്ച്ചിട്ട് വരുമ്പോഴേ അതിന്റെ ആ ഒരു ഫുൾ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇട്ട് വരുമ്പോഴത്തേനും ഒരു നല്ല അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയൽ ആണെങ്കിലും അതേ ഈ ഒരു ബീഡ് വർക്ക് ഒക്കെ കൊണ്ടാണെങ്കിലും ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു സൽവാർ മെറ്റീരിയൽ ആയിരിക്കും. ഇതിന്റെ കൂടെ എപ്പോഴും പെയർ ചെയ്യാനായിട്ട് നല്ലത് സെയിം കളറിലെ ബോട്ടം ആയിരിക്കും. ഒരു നല്ല പെൻസിൽ പാൻ ബോട്ടം ഒക്കെ സെയിം കളറിൽ വെച്ച് പെയർ ചെയ്യുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ ലുക്കിൽ നമുക്ക് ഈ ഒരു കുർത്ത പെയർ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സിൽക്കി കോട്ട മെറ്റീരിയൽ നമ്മളുടെ സൽവാർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ കട്ട് വർക്ക് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കട്ട് വർക്കിന്റെ ഒരു ഡിസൈൻ ചെയ്ത്, അതായത് നമ്മൾ ആദ്യമായിട്ടാണ് കട്ട് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു സൽവാർ ചെയ്തപ്പോൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. കുറേ പ്രാവശ്യം നമുക്ക് ഇതിന്റെ ഹോൾസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റി നമ്മൾ ക്ലിയർ ചെയ്തൊരു വർക്കാണ്. ഇതിനകത്ത് നമ്മൾ മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മാങ്ങ ഡിസൈൻ പോലത്തെ ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഷാഡോ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ അടിയിലുള്ള ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഇത്രയും കട്ട് വർക്ക് ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നമ്മൾ ഓർഡർ എടുത്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു ഈ വർക്കുകൾ. ഇങ്ങനെ ഷാഡോ വർക്കല്ല, കട്ട് വർക്കും അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇടയ്ക്കുള്ള ഹോൾസ് ഇരുന്നോ ഒന്നും നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ടൈം എടുക്കുമെന്നോ അല്ലെങ്കിൽ അതിന് എത്ര എഫേർട്ട് വേണ്ടി വരുന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെതായ കുറേ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ടൈം എടുത്ത് നമ്മൾ ഒരുപാട് അതിനുവേണ്ടി വർക്ക് ചെയ്തൊരു വർക്കാണിത്. അതുപോലെ നമുക്ക് ഈ ഒരു വർക്ക് തന്ന കസ്റ്റമർ ആണെങ്കിലും നമ്മുടെ അടുത്ത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അവർ ഒത്തിരി നാൾ മുമ്പ് നമുക്ക് തന്ന വർക്കാണ്. നമ്മൾ ഒത്തിരി ടൈം എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തപ്പം അവർ നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു പ്രശ്നവും പറഞ്ഞില്ല. ഒരിക്കലും നമ്മുടെ അടുത്ത് ആ ടൈം ഡിലേ വന്നതിൽ അവർ ഒരിക്കലും നമ്മുടെ അടുത്ത് ഒരു രീതിയിലും കംപ്ലൈന്റ് ഒന്നും പറയാതെ ഭയങ്കര കോപ്പറേറ്റീവായിട്ട് നമ്മുടെ കൂടെ നിന്നൊരു കസ്റ്റമറുമാണ്. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കാണ്. ഇതിന്റെ ചുരിദാർ മെറ്റീരിയലിന്റെ ആ ഒരു ബോട്ടം പോർഷനിൽ, അതായത് നമ്മൾ ഇട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു എൻഡിൽ വരുന്ന പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ 3 ഫ്ലവേഴ്സ് ഏറ്റവും താഴെ അതിന് ടോപ്പിൽ വരുന്നത് പോലെ ഒരു ഫ്ലവറൂടെ വരുന്നത് പോലെ 4 ഫ്ലവേഴ്സ് ആണ് എൻ്റെ ബോട്ടം പോർഷനിൽ, അതായത് ചുരിദാറിന്റെ ടോപ്പിന്റെ തന്നെ എൻഡ് വശത്തായിട്ട് വന്നിരിക്കുന്ന പോലെ വരുന്നത്. അതുപോലെ എൻ്റെ എൻഡിൽ നമ്മൾ സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു സ്കാലപ്പ് ഫിനിഷിലാണ് ഒരു ടോപ്പിന്റെ എൻഡ് വശം വരുന്നത്. ഇത് കൂടാതെ ഈ ടോപ്പിൽ തന്നെ പിന്നെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന പോലെ നമ്മൾ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നെക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചെസ്റ്റിലോട്ട് വരുന്നത് പോലെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ സെയിം എല്ലാം ഒരേ സൈസിൽ തന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 സ്ലീവ്സിലും നമ്മൾ ഈ സെയിം ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തയ്ച്ചു വരുമ്പോഴത്തേനും സ്ലീവ്സിൽ വരുന്നത് പോലെ നമ്മളിത് സൈഡിലായിട്ട് ഒരു സ്ലീവ്സിൽ വരാൻ വേണ്ടി സ്ലീവ്സിൽ വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ ഈ ഒരു വർക്കിന്റെ ഒരു ഭംഗി എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ അവിടെ ഇവിടെയായിട്ട് സ്കാറ്റർ ചെയ്ത് കുറച്ച് ഡിസൈൻസ് ആയിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളിത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തൊരു സൽവാറായിട്ട് ഇട്ട് കഴിയുമ്പോഴേ ആ ഒരു വർക്കിന്റെ ഭംഗിയാണെങ്കിലും ഒക്കെ ഞാൻ ഒത്തിരി പെർഫെക്ഷൻ ഒരിക്കലും പറയില്ല. ഈ വർക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ മാക്സിമം പെർഫെക്ഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും കട്ട് വർക്കിന്റെ ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നമുക്ക് ഈ പറഞ്ഞ കുറേ ഡ്രോബാക്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും മെറ്റീരിയലൊക്കെ വീണ്ടും എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വന്ന് നമ്മൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്ത വർക്കാണ്. എന്നാലും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഒരു ഫിനിഷ് ഒരു ലുക്കിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. സെയിം ഇതിന്റെ ഷോളും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ സ്കാലപ്പ് വർക്കിൽ ഉള്ളൊരു ഷോളാണ്. ഫുൾ ബോർഡർ ഫുള്ളും ഇതുപോലെ സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത്, അതും വലിയ സ്കാലപ്പ്, നമ്മൾ നോർമലി കൊടുക്കുന്ന ചെറിയ സ്കാലപ്പ് അല്ലാതെ വലിയ സ്കാലപ്പ് വർക്ക് അതിന് എൻഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു നോർമൽ സ്കാലപ്പ് അല്ലാതെ ഇതിന് ഇടയ്ക്കൂടെ ഒരു സ്റ്റിച്ചൂടെ വരുന്നത് പോലെ കുറച്ചുകൂടെ ഒരു ഡിഫൈൻ ആയിട്ടുള്ള കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്കാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എൻഡ് പോർഷൻ ഒക്കെ ആണെങ്കിലും നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു സ്കാലപ്പ് വർക്കിന്റെ എൻഡ് പോലെയല്ല, കുറച്ച് ആ ഒരു പാറ്റേൺ ആ ഒരു ഷേപ്പിലൊക്കെ വന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഇതിന്റെ സ്കാലപ്പിന്റെ എൻഡൊക്കെ ഇരിക്കുന്നത് ആ ഒരു ഫ്ലവർ ഷേപ്പ് ഒക്കെ വരുന്നത് പോലെ നല്ല ഭംഗിയായിട്ടുള്ള എൻഡൊക്കെ വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ നമ്മൾ നോർമൽ സ്കാലപ്പിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയുള്ള ടൈപ്പ് സ്കാലപ്പാണ്. ഇതിന്റെ ഈ 4 കോർണേഴ്സിൽ നമ്മൾ സൽവാർ ഷോൾ വരുന്നതിന്റെ 4 കോർണേഴ്സിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. 4 കോർണേഴ്സിൽ മിസ് ചെയ്യും. നമ്മൾ ആ ഇതിൽ കാണിച്ച സെയിം ഡിസൈൻ തന്നെ നമുക്ക് 4 കോർണേഴ്സിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു മാംഗോ ഡിസൈൻ കുറച്ചും കൂടെ സൈസ് കൂട്ടി ചെയ്തിട്ടുണ്ട്. ഫ്ലവർ പാറ്റേൺസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കോർണറിൽ വരുമ്പോൾ അതിന് 4 ഡിസൈൻസ് അല്ലേ ഷോളിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട്, വലിയ ഡിഫറൻസ് അല്ല, ചെറുതായിട്ട് ആ മാംഗോയുടെ സൈസൊക്കെ കുറച്ചുകൂടെ കൂട്ടി അതിനനുസരിച്ച് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഷാഡോ വർക്ക് ആണെങ്കിലും ചെറിയ ബീഡ് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ ഷാഡോ വർക്ക് എല്ലാ സാരീസിലൊക്കെ ചെയ്യുന്ന പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കട്ട് വർക്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള കട്ട് വർക്ക് പാറ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്കിപ്പം കുറച്ചുകൂടെയൊക്കെ നമ്മൾ കട്ട് വർക്കിൽ ഒരു പരിചയമായി വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ്, എന്നാലും നമ്മളെല്ലാം തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ സെയിം ഡിസൈൻസ് വേണമെങ്കിൽ
സാരീസിലൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഈ ഒരു കോർണറിലൊക്കെ കൊടുത്തിരിക്കും, ഈ ഒരു പാറ്റേണിലൊക്കെ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ചെസ്റ്റ് പോർഷനിലൊക്കെ സ്കാറ്റർ ചെയ്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മിഷൻ എംബ്രോയിഡറി മാത്രമല്ല, മിഷൻ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി കൂടെ ഉള്ള ഒരു ബ്ലെൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കുറച്ച് ഭാഗം മിഷൻ എംബ്രോയിഡറിയിൽ വരും, അതുപോലെ കുറച്ച് ഭാഗം ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒക്കെ വന്നിരിക്കുന്ന ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ടൈം വരും. അതായത് നമ്മൾ മിഷൻ എംബ്രോയിഡറി മാത്രം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി കൂടെ വരുമ്പോഴത്തേനും. ബഡ്ജറ്റ് ഒക്കെ അതിനനുസരിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡർ ആയതുകൊണ്ട് റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലെ സിൽക്ക്, ഒരു സെമി സിൽക്ക് ഫാബ്രിക് തന്നെ വരുന്ന ഒരു ഫാബ്രിക്കിൽ മിഷൻ എംബ്രോയിഡറി വർക്ക് വെച്ചിട്ട് നെക്ക് പാറ്റേൺ ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. ലാവൻഡറിന്റെ ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ലാവൻഡറും വെച്ചിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു സിൽക്ക് ക്ലോത്ത് ആണ്. ഇതിനകത്ത് ഈ ഒരു നല്ല ഒരു വാടാമുല്ല കളറിലെ എംബ്രോയിഡറി ആണ് ചെസ്റ്റ് പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇത് നെക്ക് പോർഷന്റെ ഒരു സൈഡിൽ നിന്ന് പിന്നെ സെൻട്രൽ പോർഷൻ ക്ലോസ് ചെയ്ത് അപ്പുറത്തെ വശത്തോട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ്. ഇതായിരിക്കും നമ്മുടെ ഒരു സെൻട്രൽ പോർഷൻ വരുന്നത്. നെക്കിന്റെ സെൻട്രൽ പോർഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും. സെൻട്രൽ പോർഷൻ ക്ലോസ് ചെയ്ത് ഇപ്പുറത്തെ പോർഷനിലേക്ക് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിറച്ചും ആ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു രീതിയിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഡിസൈനിന്റെ സെൻട്രൽ പോർഷനിൽ ലാവൻഡർ കളർ വെച്ച് തന്നെ ഇത് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു ഗ്രീൻ എലമെന്റും ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു കളർ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പാറ്റേണിലാണ് നമ്മളൊരു കുർത്ത ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുള്ള ഫൈനൽ ലുക്ക് കണ്ടാൽ മാത്രമേ നമുക്കത് ഫുള്ളായിട്ട് മനസ്സിലാവത്തുള്ളൂ. ജസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ വെച്ച് എങ്ങനെയായിരിക്കും ഏകദേശം വരുന്നത് എന്നുള്ളൊരു ലുക്ക് ഞാനൊന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സൽവാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഇതൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതും വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.